കാലാവസ്ഥാ വ്യതിയാന നിമിത്തം സമുദ്രനിരപ്പ് ഉയരുമ്പോൾ അതൊക്കെ കായംകുളത്തിൻ്റെ തീരത്തിന് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കായംകുളം താലൂക്ക് ഒരു അനിവാര്യതയാണ്, നമ്മൾ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ ഉൾപ്പെടെ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. KSRTC സ്റ്റാൻഡ് ഞാൻ 10 വർഷം മുമ്പ് മത്സരിക്കുന്ന സമയത്ത് ഇടിഞ്ഞു പൊളിയുന്ന അവസ്ഥയിൽ പറഞ്ഞ് ഇപ്പം റെഡിയാക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വരുമ്പോൾ കാണുന്നത് അവിടെ വലിയ ഗർത്തമാണ്. എന്നിട്ട് അവിടെ ഒരു കല്ലിട്ടിട്ടുണ്ട്. കായംകുളത്തൊരു തിയേറ്ററിനെ സംബന്ധിച്ച് അതിങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഒരു ദശകമായിട്ട് കായംകുളത്തിന് വലിയ കായിക സംസ്കാരമുള്ളൊരു സ്ഥലമാണ്. നഗരത്തിലൊരു കളിക്കളം പോലും ഇല്ല. കായംകുളത്തെ ഗവൺമെൻറ് ആശുപത്രി, ഉച്ചയ്ക്ക് ശേഷം ഒറ്റ ഡോക്ടറേ. രോഗികൾ വന്നാൽ അവരെ എങ്ങോട്ട് കൊണ്ടുപോകും? പ്രകടന പത്രിക കായംകുളത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയാൽ ആ പ്രകടന പത്രികയിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതങ്ങനെ ഒന്ന് എന്നുള്ളതല്ല. നമുക്ക് വേണ്ടത് ഒരു സമഗ്രമായ രൂപരേഖയാണ്. അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകേണ്ടതല്ല. കായംകുളത്ത് നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഉയർന്നു കേൾക്കുന്ന നിരവധി വിഷയങ്ങളിൽ ഒന്ന് താലൂക്ക്, കായംകുളം താലൂക്ക് ഒരു അനിവാര്യതയാണ്, നമ്മൾ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കായംകുളത്തെ ഭൗമശാസ്ത്രപരമായി വെട്ടിമുറിക്കപ്പെടുന്ന ഈ ഒരു ദേശീയപാത രൂപരേഖയ്ക്ക് മാറ്റമുണ്ടാകണം എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കായംകുളത്തിൻ്റെ കായൽ ഉൾപ്പെടെ ശുദ്ധീകരിക്കപ്പെടണം എന്നത് ഒരു അനിവാര്യമാണ്. കായംകുളത്തിൻ്റെ ഇടത്തോടുകൾ എല്ലാം തന്നെ മാലിന്യമുക്തമാക്കി കായംകുളം കൃത്യമാകണം എന്നതൊരു യാഥാർത്ഥ്യമാണ്. വിവിധ പാലങ്ങൾ കണക്ടിവിറ്റിയെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. കായംകുളത്തെ സംബന്ധിച്ച് ഒരു വ്യാപാര വാണിജ്യ കേന്ദ്രമായതുകൊണ്ട് കായംകുളത്തിൻ്റെ ഗതാഗത സൗകര്യങ്ങൾ, അത് കായംകുളത്തെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ വലിയ നവീകരണത്തിൻ്റെ പ്രസക്തിയുണ്ട്. KSRTC സ്റ്റാൻഡിന് പ്രസക്തിയുണ്ട്. KSRTC സ്റ്റാൻഡ് ഞാൻ 10 വർഷം മുമ്പ് മത്സരിക്കുന്ന സമയത്ത് ഇടിഞ്ഞു പൊളിയുന്ന അവസ്ഥയിൽ പറഞ്ഞ് ഇപ്പം റെഡിയാക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വരുമ്പോൾ കാണുന്നത് അവിടെ വലിയ ഗർത്തമാണ്. എന്നിട്ട് അവിടെ ഒരു കല്ലിട്ടിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ആളുകളൊക്കെ അവിടെ നിർത്തിയിട്ട് ഇപ്പോൾ പണി നടക്കുമെന്ന് രൂപപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. കായംകുളത്തൊരു തിയേറ്ററിനെ സംബന്ധിച്ച് അതിങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഒരു ദശകമായിട്ടും ഇതിനൊരു ടൈം ലിമിറ്റ് ഇല്ലേ? കായംകുളത്തെ ഗവൺമെൻറ് ആശുപത്രി, ഉച്ചയ്ക്ക് ശേഷം ഒറ്റ ഡോക്ടറേ. രോഗികൾ വന്നാൽ അവരെ എങ്ങോട്ട് കൊണ്ടുപോകും? പണമുള്ളവരൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ ഏത് സമ്പന്നർക്കും രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കും മറ്റ് വ്യക്തികൾക്കും മറ്റ് ചികിത്സാ ഓപ്ഷൻസ് ഉണ്ട്. സാധാരണക്കാരെന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവർക്ക് എന്ത് ചെയ്താണ് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? ഇപ്പോൾ ആരോഗ്യ മേഖല ഞാൻ പറഞ്ഞത്, ഒത്തിരി കാര്യങ്ങളുണ്ട്. കളിക്കളം, നഗരത്തിലൊരു കളിക്കളം പോലും ഇല്ല. കായംകുളത്തിന് വലിയ കായിക സംസ്കാരമുള്ളൊരു സ്ഥലമാണ്. നഗരത്തിലൊരു കളിക്കളം ഇല്ല. സ്ത്രീകൾക്ക് ഞാൻ പറയുക, കായംകുളം നഗരത്തിൽ ഒരു ശൗചാലയങ്ങൾ, പബ്ലിക് ടോയ്ലറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? അതൊക്കെ വേണ്ടേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 1, 2, 3 എന്ന് പറയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇവിടെ പുതിയ കോഴ്സുകൾ വരണം, മറ്റ് നിരവധി കാര്യങ്ങളുണ്ട്. തൊഴിൽ, എംപ്ലോയ്മെൻറ്റ് ജനറേഷന് ആവശ്യമായ ഇവിടുത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന ടെക്നോ പാർക്കുകൾ, IT ഹബ്സ് ഒക്കെ വേണം. ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ്, ഈറ്ററി ഒക്കെ ഉള്ളത് എന്നുള്ള വെറൈറ്റി. ഞാൻ അതുപോലെ തന്നെ വേറെ കാര്യങ്ങളുമുണ്ട്. പിന്നെ ഒരു ഫുഡ് ഹബ് ഒക്കെ സാധ്യതകളാണ്. കാർഷിക മേഖലയുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചെട്ടികുളങ്ങര ഒരു കാർഷിക മേഖലയാണ്. അവിടെ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണ്ടേ? കാർഷിക മേഖലയെ സംബന്ധിച്ച് പുറം ബണ്ടുകൾ ഉണ്ടാകണം. പിന്നെ യന്ത്രങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ അവിടെ എത്തിച്ചേരാൻ ആവശ്യമായ ഗതാഗത സൗകര്യങ്ങൾ വേണം. കൊയ്തെടുക്കുന്ന നെല്ല് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ തന്നെ റിസർവെയറുകൾ നമുക്ക് സൃഷ്ടിക്കാം. ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന നെല്ലിനെ അരിയാക്കി മാറ്റുന്ന റൈസ് മില്ലുകൾക്ക് പോലുള്ള പ്രസക്തിയെക്കുറിച്ച് ആലോചിക്കാം. ഇതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒരു സമഗ്രമായ ഒരു പദ്ധതി. അത് ഞാൻ ആഗ്രഹിക്കുന്നത് ബേസിക്കായി ഇത്തരം ആശയങ്ങൾക്കൊപ്പം തന്നെ വലിയ പഠനത്തിലൂടെ ഇവിടെ രൂപീകരിക്കപ്പെടുന്ന ഒരു ഡോക്യുമെൻ്റ് ജനക ചർച്ചയിലൂടെ, ഇവിടെ നമ്മൾ പഞ്ചായത്തുകൾ ചർച്ച ചെയ്യണം, നഗരസഭ ചർച്ച ചെയ്യണം, പൊതുജനം ചർച്ച ചെയ്യണം, എന്നിട്ട് അതിനൊരു മാസ്റ്റർ ഡോക്യുമെൻ്റായി മാറണം. അങ്ങനെയാണ് വികസന രാജ്യങ്ങൾ. തീർച്ചയായും ഡിജിറ്റൽ ഹബ്ബുകൾക്ക് ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട്. ഞാനതാണ് പറഞ്ഞത്. എല്ലാം സാംസ്കാരിക മേഖലയിലെ സാധ്യതകൾ, സാമൂഹ്യ മേഖലയിലെ ഇതെല്ലാം ഉപയോഗപ്പെടുന്ന പാരിസ്ഥിതിക, സാംസ്കാരിക, സാമൂഹ്യ, ആരോഗ്യ, വിദ്യാഭ്യാസ, ഗതാഗത, തൊഴിൽ മേഖലകളെല്ലാം ഉൾപ്പെടുന്ന സമഗ്രമായൊരു പദ്ധതിയാണ് കായംകുളത്തിന് ആവശ്യം. അത് ജനകീയ ചർച്ചയും അതിലുണ്ടാകണമെന്നാണ്. ഏതെങ്കിലും ഒരാൾ ഒരു ടേബിൾ റൂമിലിരുന്ന് എഴുതി ഉണ്ടാക്കുന്ന ചർച്ചകൾക്കപ്പുറത്ത് ലിജു ഈ നാടിൻ്റെ ജനപ്രതിയാണ് എന്നുണ്ടെങ്കിൽ ഒരു രൂപരേഖ, വളരെ വിദഗ്ധമായ പഠനത്തോട് രൂപീകരിക്കപ്പെടുന്ന ഒരു രൂപരേഖ ഉണ്ടാകും. അതിൽ വലിയ ജനകീയ ചർച്ചകളുണ്ടാകും. ആ ജനകീയ ചർച്ചകൾക്കനുസരിച്ച് രൂപപ്പെടുന്ന ആ കായംകുളത്തിൻ്റെ ആ ഒരു 50 വർഷക്കാലത്തെ മുന്നോട്ടുള്ള പോക്കിനെ കൃത്യമായ ഇടപെടലിലൂടെ സാക്ഷാത്കരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
താങ്കളുടെ മുന്നത്തെ ഇവിടുത്തെ ജനപ്രതിനിധി പറയുന്നത് സർക്കാർ പദ്ധതികളെല്ലാം വീടുകളിലേക്ക് എത്തിക്കപ്പെട്ടു എന്നുള്ളത് അർത്ഥത്തിൽ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കളുടെ കാലഘട്ടത്തിൽ ഈ സർക്കാർ പദ്ധതികൾ വീടുകളിലേക്ക് എത്തിക്കാൻ എന്ത് പദ്ധതിയും എന്ത് സംവിധാനവുമായിരിക്കും ഉണ്ടാവുക? നമുക്കറിയാം സർക്കാർ പദ്ധതികളൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മൾ പെൻഷൻ വീടുകളിൽ എത്തണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വീടുകളിൽ എത്തേണ്ടതാണ്, കൊണ്ട് കൊടുക്കണം. പെൻഷൻ അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തൊഴിലുറപ്പ് സൈറ്റുകളിൽ പോവുകയുണ്ട്. തൊഴിലുറപ്പ് സൈറ്റുകളിൽ ചെല്ലുന്നുണ്ടെ അവിടെയാണ് ഏറ്റവും അടിസ്ഥാന ഉള്ളത് അവിടെയാണ്. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് പലർക്കും അസുഖങ്ങളുണ്ട്. ചിലർ പറയും എൻ്റെ വീട് പൊട്ടിക്കേറിപ്പോയി, ഇപ്പം പഴയ വീട്ടിലാണ് കിടക്കുന്നത്, ഭർത്താവിന് അസുഖമാണ്, ചിലർക്ക് ഭൂമിക്ക് പട്ടയമില്ല. അപ്പം നിരവധി വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങോട്ടല്ലേ ചെല്ലേണ്ടത്? ഒരു ജനപ്രതിനിധി ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് ചെന്ന് അവരുടെ വിഷയങ്ങളെ മനസ്സിലാക്കി അത് ഡോക്യുമെൻ്റഡായി അത് 1 to 1 പരിഹരിക്കുന്നിടത്തല്ലേ കാര്യം നിൽക്കുന്നത്. ഇപ്പോൾ സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പേരിൽ 64,000 കുടുംബങ്ങളെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ചെറിയ റേഷൻ കാർഡോ ഒരു സാധനം കൊടുത്ത് ദാരിദ്ര്യം തീർന്ന് പറയാനാണോ അർത്ഥം? ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊരു തുടർ പ്രക്രിയയാണ്. അത് ദാരിദ്ര്യത്തിന് നമ്മൾ കേവലം ചില അളവുകോലുകൾ മാത്രം കൊടുക്കാൻ പറ്റില്ല. ചിലയിടത്ത് അത് രോഗങ്ങളായിരിക്കാം, ചില സ്ഥലങ്ങളിൽ അത് സമ്പത്തില്ലായ്മയായിരിക്കാം, ചില സ്ഥലത്ത് ഭവനരാഹിത്യമായിരിക്കാം, ചില സ്ഥലത്ത് സ്ഥലങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പലതരത്തിൽ ഉള്ള ഷോർട്ടേജുകൾ ദാരിദ്ര്യത്തിൻ്റെ നിർവചനങ്ങളാണ്. അപ്പം നമ്മൾ ഇതിനെയെല്ലാം മനസ്സിലാക്കണം. അതിനൊരു ജനപ്രതിനിധി അങ്ങോട്ട് പോകണം, ജനങ്ങളിലേക്ക് പോകണം, അതെല്ലാം ഡോക്യുമെൻ്റഡ് ആകണം, അതിൻ്റെ ഡേറ്റാബേസ് ഉണ്ടാകണം. ആ ഡേറ്റാബേസിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അവരുടെ വിഷയങ്ങളെ പരിഹരിക്കണം. അങ്ങനെ ഞാൻ ചോദിക്കുന്ന 20 വർഷക്കാലത്തിനിടയിൽ അത്തരം ഒരു അറ്റംപ്റ്റ് ഇവിടെ ഉണ്ടോ? ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ആ അറ്റംപ്റ്റ് ഉണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ അടുത്ത സമയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നയപരമായ മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേന്ദ്ര സർക്കാർ 1-2 തരത്തിലാണ്. അവരുടെ പേര് മാറ്റിയത് തന്നെ ഒരു ആശയപരമായ അവരുടെ ഒരു പ്രശ്നമാണ്. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ സാധിക്കില്ല. പക്ഷെ അതിനപ്പുറത്ത് നമുക്കറിയാം ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ സങ്കല്പം എന്താണ്? അതൊരിക്കലും ഒരു അസറ്റ് ക്രിയേഷൻ അല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണമാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ആശയം. അല്ലാതെ നീതിയാണ് അവിടുത്തെ അടിസ്ഥാനപരമായ അടിസ്ഥാന കാര്യം, നീതിയാണ്. രാജ്യത്തുണ്ടായിരിക്കുന്ന പുരോഗതി ഒരു അപ്പർ ക്രീമി ലെയറിൽ മാത്രം നിൽക്കാതെ താഴേക്കെത്തണം. അതിനുവേണ്ടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തി എടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരാരോഗ്യവും ഇല്ലാത്ത മനുഷ്യരും അവരിൽ പങ്കാളികളാണ്. അവർക്ക് ജോലി ചെയ്യാൻ വയ്യെങ്കിൽ അവരവിടെ അതിൻ്റെ പങ്കാളിത്തമായി ഇരിക്കണം, കൊടുക്കണം. അപ്പോൾ കഠിനാധ്വാനം, കായികാധ്വാനത്തിൻ്റെ തോത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉയരരുത്. അവർക്ക് കൂലി കൃത്യമായി കൊടുക്കണം. അവർക്ക് ഉറപ്പ് നൽകുന്ന തൊഴിൽ ദിനങ്ങൾ പൂർണ്ണമായും ഉറപ്പുവരുത്തണം. തൊഴിൽദാന പദ്ധതിയുടെ ആംബിറ്റ് യഥാർത്ഥത്തിൽ വികസിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെ തരത്തിൽ വേണം എന്നുള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കശുവണ്ടി തൊഴിലാളികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അവർ ആവശ്യമാണെങ്കിൽ വരുമാന വർധന ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് ആ തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടണം. ക്ഷീരകർഷകരുടെ ഉൾപ്പെടുത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ വിവിധ തരത്തിൽ രാജ്യത്താകമാനം ദുരിതമനുഭവിക്കുന്ന ദുർബല ജനവിഭാഗങ്ങളെ സംരക്ഷണ കവചമായി തൊഴിലുറപ്പ് പദ്ധതി മാറണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ കാഴ്ചപ്പാട്. ഓക്കെ. ഈ കായംകുളത്തിന് ഒരു ബ്രാഞ്ച് സംസ്കാരം, പാർട്ടി ബ്രാഞ്ച് സംസ്കാരം ഉണ്ടല്ലോ. അത് നിങ്ങളൊരു ശക്തിയായിട്ടാണോ ഒരു വെല്ലുവിളിയായിട്ടാണോ ഇപ്പോൾ കാണുന്നത്? എനിക്ക് മനുഷ്യരിൽ വിശ്വാസമുണ്ട്. ഞാൻ ഇവിടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത് കേവലം UDF അനുഭാവികളോട് മാത്രമല്ല, ഞാനിവിടുത്തെ ജനതയോടാണ്. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നിന്നാലും അതിൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു നന്മ എന്നൊരു കാര്യത്തിൽ എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് പല കോട്ടകളും തകർന്നു പോകുന്നത്. പാർട്ടി കോട്ടകളിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ ഭൂരിപക്ഷം എതിർ സ്ഥാനാർത്ഥിക്ക് പലപ്പോഴും ഉണ്ടാവാറില്ലേ? അതൊരു ബോധ്യപ്പെടുത്തലാണ്. വർഷങ്ങളിപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ ഞാനതിനെ കിടക്കുന്നത് എൻ്റെ രാഷ്ട്രീയം വരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ആ ബോധ്യപ്പെടത്തിൽ എത്തിക്കഴിയുമ്പോൾ മനുഷ്യർ ചിന്തിക്കും, നമ്മൾ ഏതെങ്കിലും ഒരു ചിഹ്നത്തിൽ മാത്രം കുത്തുന്നതിൽ എന്താണ് അർത്ഥം? എവിടെയാണോ ശരി, ആർക്കാണോ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത്, ആർക്കാണോ ഈ നാടിനെ മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത്, അവർക്ക് വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനകത്ത് ഞാൻ മുന്നോട്ട് വെക്കുന്ന വികസനത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും അജണ്ട എനിക്ക് അല്ലെങ്കിൽ ജനതയ്ക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ അങ്ങനെ
ഞാൻ ബോധ്യപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ തീവ്രമായി അങ്ങനെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ ബ്രാഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ഈ കമ്മിറ്റികളുടെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല, മനുഷ്യരിലാണ് എൻ്റെ വിശ്വാസം. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ സഹകരണ സംഘങ്ങൾ ഒരുപാടുള്ള നാടാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾ കയറിൻ്റെ കാലഘട്ടം മുതൽ നമ്മളിവിടെ ഉണ്ട്. അത്തരം സംഘങ്ങൾ കൂടുതലും CPM ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഇടകളുടെ വോട്ടുകളെ എങ്ങനെയെങ്കിലും ഹൈജാക്ക് ചെയ്യപ്പെടുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. മനുഷ്യരെല്ലാ ചട്ടക്കൂടുകളെയും ഭേദിച്ചവരല്ലേ മനുഷ്യർ. എല്ലാ എത്രയെത്ര കോട്ടകൊത്തളങ്ങൾ ഇടിഞ്ഞു പോയി, എത്രയെത്ര ഭരണകൂടങ്ങൾ, എത്രയെത്ര ഏകാധിപതികൾ ഈ ചരിത്രത്തിൽ മാഞ്ഞു പോവുകയും അവർ സ്വയം സൃഷ്ടിച്ച മഹത്വത്തിൻ്റെ ചട്ടക്കൂടുകളൊക്കെ തന്നെ തകർന്നടിഞ്ഞു പോവുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ കായംകുളം അങ്ങനെയുള്ളൊരു നാടൊന്നുമല്ല. കായംകുളത്ത് മാറി മാറി മനുഷ്യരെ ഭരിച്ചിട്ടുള്ള നാടാണിത്. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ടല്ല നിയമസഭാ ഇലക്ഷൻ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേറെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തരം ചട്ടക്കൂടുകളിലോ അത്തരം കോട്ടകളാണ് എന്നുള്ള ആ കോട്ടകളുടെ സംരക്ഷണത്തിനുള്ളിൽ ഞങ്ങളെന്നും സുരക്ഷിതരായിരിക്കാമെന്ന് ആരും കരുതണ്ട. കോട്ടയ്ക്കപ്പുറത്ത് മനുഷ്യരുണരുമെന്നാണ് ഞാൻ കരുതുന്നത്. UDFൻ്റെ ഒരു ശക്തിയാണ് ഇന്ന് സാമുദായിക വോട്ടുകൾ. സാമുദായിക വോട്ടുകൾ ഇപ്പം അത്രത്തോളം കൺസോളിഡേറ്റഡ് ആണോ, അത് ഛിന്ന ഭിന്നമായി പോയിട്ടുണ്ടോ, അതെങ്ങനെ സ്വാധീനിക്കും? ഞാൻ പറഞ്ഞല്ലോ, നമുക്കങ്ങനെ ഇതിങ്ങനെ കള്ളികളിലാക്കി ഇതിനെ ഒന്നും ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മുഴുവൻ ഒരാൾക്ക് ചെയ്യും, അടുത്ത കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അടുത്ത ആൾക്ക് ചെയ്യും എന്ന് പറയാൻ പറ്റുമോ? ഒരു കുടുംബത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും സഹോദരനും സഹോദരിയും മക്കളുടെ വ്യത്യസ്തമായി വോട്ട് ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ അങ്ങനെ സമുദായങ്ങളുടെ ഒരു ധ്രുവീകരണമാണ് തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ഞാൻ കരുതുന്നില്ല. അതൊക്കെ ഉണ്ട്, അതൊന്നും നിഷേധിക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. റെപ്രസെൻറ്റേഷൻ എന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രാതിനിധ്യത്തെക്കുറിച്ച് നമ്മളൊരു സമുദായ രാഷ്ട്രീയം തള്ളി പറയാൻ പറ്റില്ല. അതുകൊണ്ട് സമുദായ സംഘടനകൾക്ക് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. അവരവരുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിവിധ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരവരുടെ സമുദായങ്ങളുടെ ആവശ്യങ്ങൾ പറയാറുണ്ട്. ഞാനതിനെ 100% പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനപ്രതിനിധിയാവാൻ ആഗ്രഹിക്കുന്നവർ ആ സമൂഹങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന സാമൂഹികമായ പ്രശ്നങ്ങൾ, അവരുടെ റെപ്രസെൻറ്റേഷൻ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അത്തരത്തിലാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ അവരെ അത് മനസ്സിലാക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ സ്ഥാനാർത്ഥി അത് മനസ്സിലാക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത്തരം ഇക്വേഷൻസിനൊന്നും പ്രസക്തിയില്ല. വോട്ടർ സ്വതന്ത്രനാണ്. തീരദേശം ആയതുകൊണ്ടൊരു ചോദ്യം, ഈ ക്ലൈമറ്റ് ഇക്വേഷൻസുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയായിരിക്കും ഈ മണ്ഡലത്തിൻ്റെ, അതിന് വേണ്ടിയിട്ട് എന്ത് പ്രവർത്തനമായിരിക്കും മണ്ഡലത്തിൽ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലൈമറ്റ് ഇക്വേഷൻ, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന ഭീഷണികളെ നമ്മൾ അഡ്രസ്സ് ചെയ്തേ മതിയാവും. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ കായംകുളം കായലിൻ്റെയും കടലിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. കാരണം അതാണ്, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കാവുന്ന പാരിസ്ഥിതിക ഭീഷണികളെ അഡ്രസ്സ് ചെയ്യാൻ ഒരു നാടിൻ്റെ വികസന രൂപരേഖ അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ ഉൾപ്പെടെ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കായംകുളത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്തെ മതിൽ കെട്ടി തിരിക്കരുതെന്ന് ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കാലാവസ്ഥാ വ്യതിയാന നിമിത്തം സമുദ്രനിരപ്പ് ഉയരുമ്പോൾ, കായലിൻ്റെ സമുദ്രനിരപ്പ് അല്ലെങ്കിൽ ജലവിധാനം ഉയരുമ്പോൾ അതൊക്കെ കായംകുളത്തിൻ്റെ തീരത്തിന് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് വലിയ പഠനങ്ങൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് സുനാമി ആഞ്ഞടിച്ച സ്ഥലമല്ലേ. അപ്പോൾ അവിടെ കായലിനെ സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ അവിടെയുണ്ട്. എല്ലാം ഇപ്പം നമുക്കറിയാമല്ലോ, ഖനനത്തിൻ്റെ ഒരു ഖനന മേഖല എന്ന് കരുതപ്പെടുന്ന മേഖല ഇവിടെയല്ലേ കരിമണൽ ഖനനത്തിന് വേണ്ടിയുള്ള വലിയ മുറവിളി അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ നടന്ന സ്ഥലമല്ലേ ഇത്. അതുകൊണ്ട് വലിയ പാരിസ്ഥിതിക പഠനം ഈ വിഷയത്തിൽ ആവശ്യമാണ്. ഈ ഗതാഗതം, ചെറുകിട വ്യാപാരം, അവരുടെ പ്രതിസന്ധികൾ, ഇതിനു വേണ്ടി താങ്കൾക്ക് എന്താണ്? പ്രത്യേകിച്ചും ആ ഒരു ഏരിയയാണ് ചെറുകിട വ്യാപാരികളുടെ ഒരു ഏരിയ. ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചെറുകിട വ്യാപാരികളുള്ളൊരു പ്രദേശമാണ് കായംകുളം. അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റിയാണ് ആദ്യം വേണ്ടത്, സ്ഥിര വരുമാനവും. കാരണം വ്യാപാരം എന്നത് ഒരു വ്യക്തിക്കിടെ മാത്രം സാമ്പത്തിക പുരോഗതി കൊടുക്കുന്ന ഒന്നല്ല, ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ്. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് വളരെ വളരെ വലുതാണ്. അങ്ങനെ നിരവധി ആൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഈ വ്യാപാരികൾക്ക് അടിസ്ഥാന സംരക്ഷണം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ കേരളം ഉൾപ്പെടെ നയങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ, അത് GSTയുടെ കാര്യത്തിലാകട്ടെ, മറ്റ് നികുതി ഘടനയായിക്കൊള്ളട്ടെ, അവരെ അഡ്രസ്സ് ചെയ്യുന്നതാവണം. അവർക്കൊരു ഭാരമാകുന്നതാകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വ്യാപാരത്തെ
സുഗമമാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, കായംകുളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാണിജ്യ കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, KSRTC സ്റ്റാൻഡ്, മറ്റു തരത്തിലുള്ള ഗതാഗത സൗകര്യങ്ങൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ഇവിടെ വ്യാപാര മേഖലയ്ക്കായിട്ടൊരു ഒരു 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 സ്റ്റാൻഡ് പോലും ആവശ്യമാണ്. ഇത്തരം തരത്തിൽ ഒരു ബസ് സ്റ്റേഷൻ എന്നതിനപ്പുറത്ത് വലിയ ലോറികൾ, ഒരു ടൗൺഷിപ്പ്, അത്തരത്തിൽ അതിനുള്ള സൗകര്യങ്ങൾ കൂടി ആവശ്യമാണ്. പാർക്കിംഗ് ഏരിയാസ് ഒക്കെ ആവശ്യമാണ്, റോഡുകൾ. അപ്പം ഞാൻ പറഞ്ഞ അതിനൊരു വലിയ സമഗ്രമായ ഒരു നഗരവികസന പ്ലാൻ അല്ലെങ്കിൽ കായംകുളത്തിൻ്റെ ഒരു പ്ലാൻ ആവശ്യമാണ്. ഇപ്പോൾ ഇന്നടത്ത് ഇന്നത് വേണമെന്ന് ഒരാൾ പറയുന്നതല്ല, വളരെ പഠനത്തോടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട IITs ഉൾപ്പെടെ, കാരണം കായംകുളം ഒരു സാധാരണ സ്ഥലമല്ല, കായംകുളം രാജ്യമായിരുന്നു. ചെമ്പകശ്ശേരി രാജ്യമെന്ന് പറയുന്നത് പോലെ കായംകുളം രാജ്യമായിരുന്നു. അപ്പോൾ കായംകുളത്തിന് കൃത്യമായൊരു നഗരവികസനം, അത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുമായിട്ട് സഹകരിക്കണം, വലിയ പ്രധാനപ്പെട്ട ഏജൻസികൾ അതിനെക്കുറിച്ച് പഠിക്കണം. അത്തരത്തിലുണ്ടാകുന്ന പ്ലാൻ ജനകീയ ചർച്ചയ്ക്ക് വിധേയമായിട്ട് അന്തിമമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. 2021 ഏറ്റവും കുറഞ്ഞ ഒരു ഭൂരിപക്ഷമായിരുന്നു. മൂന്നാം മുന്നണി ഇവിടെ വന്നിട്ടുണ്ട്. മൂന്നാം മുന്നണി കഴിഞ്ഞ കാലങ്ങളെക്കാൾ ശക്തി ആർജിക്കുന്നു. ഇത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത്തരം കണക്കുകളൊന്നും ഞാനിപ്പോൾ നോക്കിക്കാണുന്നില്ല. ജനങ്ങളിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. കണക്കുകളെല്ലാം അപ്രസക്തമാക്കുന്ന വമ്പിച്ച ജനകീയ മുന്നേറ്റത്തിലാണ് ലിജുവിൻ്റെ വിശ്വാസം. ഓക്കെ, മൈക്രോ മാനേജ്മെന്റ് ആണ് വിജയത്തിന്റെ അടിസ്ഥാനം. അത്തരത്തിൽ താങ്കളുടെ പ്ലാനിങ് എന്തൊക്കെയാണ്? സംഘടനയുണ്ട് ഇവിടെ. ജനകീയ കോൺഗ്രസ് UDFന് ശക്തമായൊരു സംഘടനാ സംവിധാനമുണ്ട്. 225 ബൂത്തുകളിൽ ഞങ്ങൾ കമ്മിറ്റികളുണ്ട്. ഈ കത്തുന്ന വെയിലിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. അവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ കമ്മിറ്റികളുടെ ഈ പാർട്ടി കോട്ടകളുടെ ഘടനകൾക്കപ്പുറത്ത് ഞങ്ങളുടെ കുറച്ച് ലൂസൺ സ്ട്രക്ചറാണ്, കുറച്ചുകൂടെ ജനാധിപത്യപരമാണ്. പക്ഷേ അതിന് ജനത്തിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. വിസിബിലിറ്റി വേഴ്സസ് ആക്സസിബിലിറ്റി, ഏതാണ് പ്രാധാന്യമെന്ന് താങ്കൾ കരുതുന്നു? രണ്ടും ആവശ്യമാണ്. എനിക്ക് കൂടുതൽ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ജനപ്രതിനിധി വിസിബിൾ ആവുക എന്നതൊരു ഘടകമാണ്. അതേ സമയത്ത് തന്നെ ആക്സസിബിലിറ്റി, എപ്പോഴും പ്രാപ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ഔപചാരികതകളിലും വിശ്വസിക്കുന്ന ഒരാളല്ല. ഏതെങ്കിലും ഒരു മീഡിയേറ്ററും ഇല്ലാതെ ഒരു മനുഷ്യർക്ക് അവരുടെ ബുദ്ധിമുട്ട് പറയാൻ അത്ര അടുപ്പമുള്ള ഒരാളാണ് ഞാൻ. അതിന് സമയമില്ല. ഒരാൾക്ക് രാത്രി ഇത്ര മണി 12 മണി, ഇപ്പം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഇത്ര മണി കഴിഞ്ഞാൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരു നാടാണിത്. എനിക്കങ്ങനെ ഒരു ഇതേ ഇല്ല. എനിക്ക് രാത്രി 1 മണിക്കാണെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ 2 മണിക്കാണെങ്കിൽ, അപ്പോഴാണ് ആവശ്യമെങ്കിൽ എന്നെ അപ്പോൾ സമീപിക്കാം, എന്നെ കാണാം. അതാണ് ഞാൻ ഈ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നൊരു കാര്യം. നമ്മളെ ജനപ്രതിനിധി എന്നത് പ്രാപ്യനായിരിക്കണം. പ്രാപ്യത ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്.